എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മാത്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് കലണ്ടറാണ്. ഓക്കെ, ഇപ്പോൾ കലണ്ടറിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വർഷങ്ങളാണ്. വർഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് തരത്തിലാണ്. അതായത് സാധാരണ വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. പിന്നുള്ളത് അതിവർഷമാണ്. അതിവർഷം എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൽ 366 ദിവസമുണ്ട്. അതായത് ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അപ്പോൾ അതാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കലണ്ടറിൻ്റെ അറിയേണ്ട കാര്യമാണ്. ഒന്ന് വർഷങ്ങളാണ്, ഒന്ന് സാധാരണ വർഷവും ഒന്ന് അതിവർഷവും. ഓക്കെ, ഇനി അതിവർഷമാണോ എന്നെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ഇപ്പോൾ ഒരു സാധാരണ ഒരു ഇയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിവർഷമാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതേസമയം നൂറ്റാണ്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നൂറ്റാണ്ടുകളുടെ കേസിൽ വരും. നൂറ്റാണ്ടുകൾക്ക് എക്സാമ്പിളാണ് 1600, 2000. ഇതൊക്കെ 400 വെച്ച് ഡിവിസിബിളാണ്. നമുക്ക് 400 ഉപയോഗിച്ചതിന് ശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റാണ്ടുകളെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ 2000 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 400 എടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഡിവിസിബിളാണ്. നമുക്ക് 400 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നൂറ്റാണ്ടുകളുടെ കേസിൽ അങ്ങനെയാണ്. പിന്നെ അല്ലാതെ നോർമൽ ഇപ്പോൾ 2024 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 06. അപ്പോൾ ഇത് ഡിവിസിബിളായി. ഇതെന്താ, ഇതൊരു ലീപ്പ് ഇയർ ആണ്. അതായത് സാധാരണ ഒരു വർഷത്തിനെ അതിവർഷമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. അല്ലാതെ ഒരു നൂറ്റാണ്ടുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 400 കൊണ്ട് ഹരിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ അതിവർഷം കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് നോക്കാം. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ 1300 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് 400 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റത്തില്ല. കാരണം 13/4 അത് ഒരിക്കലും ഡിവിസിബിൾ അല്ല. റിമൈൻഡർ 1 വരും. അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്കിത് സാധാരണ വർഷങ്ങൾ. ഇത് 3 ABC സാധാരണ വർഷം. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കേണ്ടത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം ഒരു സിമ്പിൾ റൂൾ എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് 2 നമ്പർ 0 ആയാൽ, അല്ലെങ്കിൽ ആ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 4 കൊണ്ട് ശേഷം ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ നമ്പർ എന്താണ്, ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പോൾ അതാണ് 4 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ ഒരു വലിയ സംഖ്യ തരികയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ലാസ്റ്റ് 2 നമ്പർ 0 അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റിനെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താ, ആ നമ്പർ നമുക്ക് 4 വെച്ച് ഡിവിസിബിളാണ്. സോ അതാണ് ഒരു ഈസി ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ 18 ആണ്. 18 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 4 × 4 16, അത് കഴിഞ്ഞ് 4 × 5 20 ആണ്. അപ്പോൾ അത് നടക്കത്തില്ല. അപ്പോൾ ഇത് പറ്റത്തില്ല. അതിന് അടുത്ത് 46 നോക്കുവാണെങ്കിൽ 1 × 4 4. പിന്നെ ഇവിടെ റിമൈൻഡർ എത്ര വരും? 2 വരും. അപ്പോൾ ഇവിടെ പറ്റത്തില്ല. ഇനി അടുത്തത് നമ്മൾ ഇത് 88ൻ്റെ കാര്യത്തിലാണ് നോക്കുമ്പോഴത്തേക്ക് 24 അപ്പോൾ ഇവിടെ എന്താണ്, 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചെക്കിങ് ലീപ്പ് ഇയർ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് അതിവർഷം എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 1400 ഉണ്ട്, 1600 ഉണ്ട്, 1800 ഉണ്ട്, 2200 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നൂറ്റാണ്ടുകളാണെങ്കിൽ അത് 400 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ 1400നെ നമ്മൾ 400 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 ക്യാൻസലായി പോകും. ഇവിടെ പറ്റത്തില്ല. 4 വെച്ച് 14/4 ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അടുത്തത് 1600 നോക്കാം. 1600/400 ചെയ്യുമ്പോൾ 0 ക്യാൻസൽ, ഇവിടെ 4 ടൈംസ്. സോ ഇതെന്താണ്, ഡിവിസിബിളാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അതിവർഷം കണ്ടെത്തുക. ഇവിടെ നൂറ്റാണ്ടുകളാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് 2300, പിന്നെ 2400, 2200, 2100. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിവിസിബിളാണ്. 400 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ 2300 ഡിവൈഡ് ബൈ 400 എടുക്കുമ്പോഴത്തേക്കും ഇവിടെ പറ്റത്തില്ല. ഇത് 4 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പോൾ 2400 നോക്കാം. യെസ്, ഇത് പറ്റും. 6 ടൈംസ് ഡിവിസിബിൾ. അപ്പോൾ ആൻസർ ഏതാണ്? ഇതാണ്. സെക്കൻഡാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് അതിവർഷം എന്നുള്ളത്.
അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിവർഷമുണ്ട്, നോർമൽ ഇയറുണ്ട്. ഇതൊക്കെ അതിവർഷമാണ്, ACD. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 400 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 0 ക്യാൻസലാകും, ഇവിടെ ഡിവിസിബിൾ അല്ല. ഇത് നോക്കാം, 1704 ഡിവൈഡ് ബൈ 400. ഇവിടെ അതിവർഷ, ഇതെന്ന് പറയുന്നത് നൂറ്റാണ്ടല്ല. സോ നമുക്കിവിടെ അതിവർഷം കണ്ടുപിടിക്കാൻ വേണ്ടി 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്, 4ൻ്റെ ഇതാണ് 4ന് അതിന് നമുക്ക് നിശേഷം 4 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 04, അപ്പോൾ ഇവിടെ എന്താണ് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. സോ ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ബാക്കി ഇവിടെ ഇതൊക്കെ 400 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള ഇത് ഡിവിസിബിൾ അല്ല കംപ്ലീറ്റ്ലി. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 1704 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് കലണ്ടറിൻ്റെ ഒറ്റ ദിവസം എന്ന് പറയുന്നത്, ഓഡ് ഡേയ്സ്. അതായത് നമുക്കിപ്പോൾ ആകെയുള്ള ദിവസങ്ങളെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന ദിവസങ്ങളാണ് ഒറ്റ ദിവസം, അതായത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 24 ആണെങ്കിൽ നമ്മൾ 24നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും, 3 7 21. അപ്പോൾ ഇത് 4 - 1 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, 3 ആണ് നമുക്ക് ശിഷ്ട റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നെക്സ്റ്റ് 37നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 7 5 35 റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇതൊരു കലണ്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് കോൺസെപ്റ്റാണ് ഒറ്റ ദിവസം, ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ദിവസം അതിന് 7 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ശിഷ്ടം വരുന്ന എത്രയാണ്, അതാണ് ഒറ്റ ദിവസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനിയൊരു ക്വസ്റ്റ്യനാണ്, 2021 മെയ് 5 വെള്ളിയാഴ്ചയാണെങ്കിൽ 2021 മെയ് 26 ഏത് ദിവസമാണ്? ഇതൊരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് കലണ്ടറിൻ്റെ. അപ്പോൾ നമുക്കിവിടെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇയർ സെയിം ആണ്. ഫസ്റ്റ് ഇതാണ് ഇയർ സെയിം ആണ്. അതേപോലെ തന്നെ എന്താണ്, മന്തും സെയിം ആണ്, മെയ് തന്നെയാണ്. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഡേ മാത്രമാണ്, അപ്പോൾ ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇവിടെ മെയ് 26 മൈനസ് നമ്മൾ 5 വെച്ച് മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, ആൻസർ എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഈ കിട്ടിയ നമ്പര് നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. 21 ഡിവൈഡ് ബൈ 7 3 7 21. അപ്പോൾ എത്ര, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 0 ദിവസമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കിട്ടിയില്ല, റിമൈൻഡർ ഒന്നും കിട്ടിയില്ല. അപ്പോൾ റിമൈൻഡർ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, സെയിം വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും. മെയ് 26 എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. അതേസമയം ഇവിടെ റിമൈൻഡർ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഒന്നാണ് റിമൈൻഡർ കിട്ടിയെങ്കിൽ നമ്മൾ വെള്ളി പ്ലസ് 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ശനിയായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ ഇപ്പോൾ 0 കിട്ടിയതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് വെള്ളിയായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളിത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 0 1 2 3 4 5 6 ഇവിടം വരെ റിമൈൻഡർ വരാം. അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും. എന്നിട്ട് ഈ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 2020 ഓഗസ്റ്റ് 1 ചൊവ്വ ആണെങ്കിൽ 2020 ഓഗസ്റ്റ് 30 ഏത് ദിവസമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇയർ സെയിം ആണ്, അതേപോലെ തന്നെ മന്ത് സെയിം ആണ്. വ്യത്യാസം വന്നിട്ടുള്ളത് ദിവസത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം 30 എഴുതും, 30 - 1 എടുക്കും. അപ്പോൾ എത്രയാണ്, 29 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ 29നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 7 28. അപ്പോൾ എത്രയാണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചൊവ്വ പ്ലസ് ആൻസർ എന്ന് പറയുമ്പോൾ ചൊവ്വ പ്ലസ് 1 എന്താ, ഒന്നുകൂടെ കൂടുമ്പോഴത്തേക്കും ബുധനായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് കലണ്ടറിൻ്റെ ഏറ്റവും ഫസ്റ്റ് ടൈപ്പാണ്. അതായത് ഇയർ മാറുന്നില്ല, അതേപോലെ തന്നെ ഇവിടെ മന്ത് മാറുന്നില്ല, ഇവിടെ ദിവസം മാത്രമേ മാറുന്നുള്ളൂ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷത്തിലെ ജനുവരി 28 ഞായർ ആണെങ്കിൽ അതേ വർഷത്തിലെ ജനുവരി 5 ഏത് ദിവസമാണ്? ഇപ്പം നമ്മളോട് നേരത്തെയൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നിട്ട് പിന്നെ
അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്ന് പറയുന്നത് എന്താ, 28 കണ്ടിട്ട് അതിൻ്റെ 28ആണ് തന്നിട്ടുള്ളത്, അതിന് മുന്നേ ഉള്ള ദിവസമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. നേരത്തെ നമ്മൾ പ്ലസ്സാണ് ചെയ്തത്, ഇവിടെ നമ്മൾ മൈനസ് ചെയ്യണം. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ നമ്മൾ 28 - 5 ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? 23 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 23നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. 3 7 21, റിമൈൻഡർ എത്ര? 2 ആണ്. അപ്പോൾ ഈ 2 നമ്മൾ എന്ത് ചെയ്യണം? ഈ ഞായറിൽ നിന്ന് ഈ 2 മൈനസ് ചെയ്യണം. ഞായറിൽ നിന്ന് 2 ദിവസം പുറകോട്ട് പോയതാണ് ശനി, വെള്ളി. വെള്ളിയായിരിക്കും ആൻസർ. ആൻസർ എന്താണ്? വെള്ളിയായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, 28 അതിന് 28 ആണ് തന്നിട്ടുള്ളത്, അതിന് മുന്നേ ഉള്ള ദിവസമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ മൈനസ് ചെയ്യണം. അതേസമയം ഒരു ദിവസം തന്നിട്ട് അത് കഴിഞ്ഞ് വരുന്ന ദിവസം കണ്ടുപിടിക്കാൻ പറയണം. നമ്മൾ എന്താണോ കിട്ടിയത് ഡിവൈഡ് ചെയ്ത റിമൈൻഡറിൻ്റെ അതെന്ത് ചെയ്യണം? കൂട്ടിയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ടൈപ്പ് എന്നല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ടൈപ്പിൻ്റെ കൂടെ. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 65 ദിവസം കഴിഞ്ഞ് വരുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 65 ദിവസം കഴിഞ്ഞ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 65 ÷ 7 കൊടുക്കാം. 7 കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെ? 9 7 63. അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് തിങ്കൾ +2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര? ചൊവ്വ ബുധൻ. ആൻസർ എന്തായിരിക്കും? ബുധനായിരിക്കും. ഓക്കെ. അപ്പോൾ അതായത് നമുക്കിങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു ദിവസം ഇന്ന് എന്താ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, 65 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 65 ദിവസത്തിന് ശേഷം അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്നതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ റിമൈൻഡർ എന്താണോ അത് നമുക്ക് കിട്ടുന്ന എന്താണ് അത് റിമൈൻഡർ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഏത് ദിവസം, ഇവിടെ തിങ്കളാഴ്ചയാണ് ഇവിടെ തന്നിട്ടുള്ളത്, തിങ്കളാഴ്ചയോട് അത് ആഡ് ചെയ്യണം. ഇതേപോലെ തന്നെ സെയിം വേറൊരു ക്വസ്റ്റ്യനാണ്. ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഇനി വരുന്ന 98ാമത്തെ ദിവസം എന്തായിരിക്കും? നേരത്തെ നമ്മൾ നോക്കിയ എന്താ ഇവിടെ ഏതായിരുന്നു? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 65 ദിവസം കഴിഞ്ഞെന്നുണ്ട്. കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതേസമയം ഇവിടെ എന്ന് പറയാൻ 98ാമത്തെ ദിവസം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 98നെ 1 കുറക്കണം, അതായത് 97. ആ 97 നമ്മൾ എന്ത് ചെയ്യണം? 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഒരു 7 ശിഷ്ടം 2 7 3 7 21 7 6. നമുക്ക് റിമൈൻഡർ 6 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 6 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ശനിയാണ് +6, ശനിയുടെ കൂടെ 6 ആഡ് ചെയ്യണം. അപ്പോൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. ആൻസർ എന്തായിരിക്കും? വെള്ളിയായിരിക്കും ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.